ഹായ്, ഇന്നെൻ്റെ പച്ചക്കറി കൃഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ വിളവെടുപ്പാണേ. അപ്പോൾ എല്ലാവർക്കും വിളവെടുപ്പ് കാണാം കേട്ടോ. ആദ്യം വെണ്ടക്ക എടുക്കട്ട്. അപ്പോൾ അടിപൊളി വെണ്ടക്കയാണ് കേട്ടോ. ഇതാ വെണ്ടക്ക. രണ്ട് വെണ്ടക്ക വിളവെടുത്തു. പാവയ്ക്കുണ്ട്, പാവയ്ക്ക വിളവെടുക്കുന്നുണ്ട്. അടിപൊളിയാന്നേ. അപ്പോൾ കണ്ടാ നല്ല വലുതിലും ഇതിൻ്റെ കളറ് കണ്ട നല്ല നല്ല എന്താ പറയുക, പളുങ്ക് പോലെയുണ്ട്. വെള്ള കളറ് കേട്ടാ. അയക്കുന്നൊന്നുമില്ല. ഇത് നല്ല വിളവെടുപ്പാണ്. മൂത്തത് മാത്രമേ പറിക്കുന്നുള്ളൂ. വെക്കണം. പറിക്കുന്നുണ്ടേ. കേട്ടാ, ഇതായിട്ടില്ല, കുറച്ച് കഴിയണം. ഇത് വലുക്കാം. ഇത് കണ്ട വെള്ള കളറായിട്ട് സ്വർണം പോലെയുണ്ട്. ഇതെല്ലാം എത്ര അല്ലേ? ഇത് വരക്കാം. ഇതാ, ഇത് നല്ല ഉള്ളു നല്ല പഴുത്ത് വന്നേ. ഇനി ഇത് കീറിയിട്ട് ഇതിൻ്റെ കുരു എടുത്ത് വെക്കണം. അപ്പോൾ നാടൻ തന്നെയാണ് കേട്ടോ, ഹൈബ്രിഡൊന്നുമല്ല. ഞാൻ നാടൻ്റെ എടുത്ത് വെച്ച കുരുവാണ്, ഇത് വിത്താണ് നട്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് ഞാൻ എടുത്തു വെച്ചതെന്നറിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ പാവൽക്ക പറിച്ചിട്ട് കുരു എടുത്ത് എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അടിയിലെ തട്ടിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചി കെട്ടിയിട്ട് അടിയിലെ തട്ടിൽ വെച്ചു. അങ്ങനെ ഇക്കൊല്ലം എടുത്ത് നട്ടു കേട്ടോ. അതെനിക്ക് ആരോ പറഞ്ഞു തന്നതാണ്. അങ്ങനെ ആകുമ്പോൾ പൊടിക്കൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അടിയെല്ലാം വെച്ചാലുണ്ടല്ലോ, ഇത് ഉണങ്ങി ഇതായിട്ട് പിന്നെ പൊടിക്കലിന് പണിയാണ്. അപ്പോൾ ഇത് നല്ലോണം പൊടിച്ചിന്.
അങ്ങനെ പണിയെടുത്തോണ്ട് ഫ്രിഡ്ജിൻ്റെ അടിയിലത്തെ തട്ടിൽ കെട്ടി വെക്കുക. ഏത് വിത്തും വെള്ളരി ആയാലും എല്ലാം അങ്ങനെ ചെയ്താൽ മതി. എന്നാലും വിത്തിനൊന്നും ഒരു അടവും വരില്ല. ഇങ്ങോട്ടൊരു വലുത് കണ്ടു ഞാൻ അങ്ങോട്ട് എറിഞ്ഞിട്ട് കുറച്ച് അപ്പം ഇന്നത്തെ വിളവെടുപ്പാന്നേ. അതിന് പയറും ഉണ്ട് കേട്ടെ. അതൊക്കെ തേച്ചൊന്നും പറിച്ചിട്ടില്ല, കുറച്ച് പറിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പാവക്ക വിൽപ്പനയൊന്നുമില്ല കേട്ടോ. വിൽപ്പന അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ പാവക്ക ഞാൻ അങ്ങനെ കൊടുക്കില്ല. ഇതെനക്ക് ഉണക്കി വെക്കണം. അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളെ അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതാ പയർ കേട്ടോ. അപ്പോൾ കുറച്ച് പയർ നട്ടിട്ടുള്ളൂ. ഒക്കെ എന്നാ പറയേണ്ടതായി ഇങ്ങനെ മാല എന്നാ പറയുക, എൻ്റെ നീളം തന്നെ. നിന്ന് പറിക്കാം. മീനൊന്നുമില്ല, ഇത് കുറച്ചും കൂടി ആവൂ, എന്നാലും അത് പറിക്കാം. ഭയങ്കര നീളാണേ. മത്തനൊന്നും ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിനില്ല, കുഞ്ഞു അത്ര. അതിൻ്റെ വിളവെടുപ്പ് പിന്നെ കാണിക്കാം. വെള്ളരി അതെല്ലാം വിളവെടുക്കാനുണ്ട്, അതെല്ലാം ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ പച്ചക്കറി. അപ്പോൾ വിത്ത് വെക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അടിയിലത്തെ തട്ടിൽ പ്ലാസ്റ്റിക് സഞ്ചിയിലാക്കിയിട്ട് അടിയിലത്തെ തട്ടിൽ വെച്ചാൽ വിത്തിനൊന്നും ഒരു കേടും വരില്ല. പിറ്റത്തെ കൊല്ലം എടുത്ത് നടാം. അപ്പം അങ്ങനെയാണ് ഞാൻ നീ വെച്ചത്. പിന്നെ വളം ചെയ്യേണ്ടതെല്ലാം ഞാൻ ഇതിനിടെ പറയുന്നുണ്ടല്ലോ. നല്ലോണം ചാണകവും പുണ്ണാക്കും എല്ലാം കലക്കി ഒഴിച്ച്, അതുകൊണ്ട് ഇത്ര നല്ല വണ്ണം കേട്ടോ. പുണ്ണാക്കും ചാണകവും കലക്കി ഒഴിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണേ. അപ്പോൾ